ഹലോ ഗായ്സ്, സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇത് വന്നിട്ട് ഒരു പ്രൊഡക്റ്റീവ് വ്ളോഗായിരിക്കും. കാരണം കുറേ നാളായി ഇങ്ങനെ ഒരു പണിയും ഇല്ലാതെ, പണി ഉണ്ടായിട്ട് പണിയൊന്നുമില്ലാതെ വെറുതെ കിടപ്പായിരുന്നു ജോലി. ഇപ്പം എക്സാമും കാര്യങ്ങളൊക്കെ വന്ന് നെക്സ്റ്റ് വീക്ക് തൊട്ട് എക്സാം തുടങ്ങിയാണ്, ഇൻറ്റേർണൽ. അപ്പം എന്തെങ്കിലുമൊക്കെ പഠിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇന്നലെ തന്നെ ഒരു വൈകിട്ടൊക്കെ ആയപ്പോഴേക്കും കുറച്ച് നോട്ടൊക്കെ കംപ്ലീറ്റ് ആക്കാമെന്ന് വിചാരിച്ച്. അപ്പം നോട്ട് കംപ്ലീറ്റ് ആയിക്കൊണ്ടിരുന്നപ്പം ഞാനിങ്ങനെ ആലോചിച്ചത് പഴയ കാര്യമാണ്. അതായത് ഒരു സെക്കൻഡ് സെം തേർഡ് സെം വരെയൊക്കെ ഞാൻ എന്ത് പെർഫെക്റ്റ് ആയിട്ടാണ് നോട്ടൊക്കെ എഴുതുമായിരുന്നു. അന്നെന്ന് എഴുതിയില്ലെങ്കിലും എക്സാമിന് മുമ്പ് എല്ലാം പക്കയാക്കി സെറ്റാക്കി. എനിക്കിങ്ങനെ പ്രിൻ്റ് എടുക്കണമെന്നും അത്ര താല്പര്യമില്ല, പൈസയും പോവും. പിന്നെ എനിക്ക് സ്വന്തമായിട്ട് എഴുതിയ നോട്ടാകുമ്പോൾ കുറച്ചും കൂടെ എഫക്റ്റീവാണ്. അപ്പം ഞാനെല്ലാം പക്കയായിരുന്നു ഒരു തേർഡ് ഫോർത്ത് സെം വരെ. പിന്നെ ഇങ്ങനെ ആയിപ്പോയി, നോട്ടും എഴുതൂല. ലാപ്പും കൂടെ കിട്ടിയതിന് ശേഷം പിന്നെ നോട്ടെന്ന് പറയുന്ന സാധനം എനിക്കില്ല. അങ്ങനെ അതൊക്കെ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് നല്ല മഴ വരുന്നത്. അപ്പം ഇവിടെ കുറേ നാൾക്ക് ശേഷം അങ്ങനെ ഒരു വലിയ മഴ പെയ്ത്. സോ ഗൈസ്, അപ്പം എനിക്കൊരു 6 o'clock എണീക്കാനായിരുന്നു പ്ലാൻ. ഇന്ന് തൊട്ട് 6 o'clock എണീക്കാമെന്ന് വിചാരിച്ച്. ബട്ട് നടന്നില്ല. ഞാൻ പിന്നെ അലാറവും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ലായിരുന്നു. ഇങ്ങനെ മൈൻഡിലിങ്ങനെ സെറ്റായി കിടന്ന്. മീൻസ് ഞാൻ വിചാരിച്ച് എണീക്കുമായിരിക്കുമെന്ന്. എന്നിട്ട് ഞാൻ എണീറ്റിട്ടില്ല. എന്നിട്ടൊരു 6:45 ആയപ്പം ഞാൻ എണീറ്റ്. എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത്. എന്നിട്ട് ഞാനിപ്പം അടുത്ത് ചെയ്യാൻ പോണത്, എനിക്ക് മോർണിംഗ് ഏറ്റവും ഇഷ്ടമുള്ളൊരു എനിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്യാമെന്ന് വിചാരിച്ചു. വേറൊന്നുമല്ല, എൻ്റെ പഴയ വ്ളോഗും കാര്യങ്ങളൊക്കെ കണ്ടവർക്ക് അറിയായിരിക്കും. ഞാൻ രാവിലെ എണീറ്റ് ഉടനെ ബൈബിൾ വായിക്കും. അത് കഴിഞ്ഞ് ചുമ്മാ എനിക്ക് മൈൻഡിൽ തോന്നണതൊക്കെ ഒരു ബുക്കിൽ എഴുതി വയ്ക്കും. അപ്പോൾ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. വേണമെങ്കിൽ ഒരു ഡെയിലി ഏറ്റവും എനിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യം അതായിരിക്കും. ഈ ഭയങ്കര റിലാക്സ്മെൻറ്റും കാര്യങ്ങളൊക്കെ തരും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ. സോ ഇത് ഞാനിപ്പം വ്ളോഗിന് വേണ്ടിയിട്ട് ചെയ്യണതല്ല. ഇത് ഞാൻ എൻ്റെ ഒരു ഡെയിലി ലൈഫിലുള്ളൊരു കാര്യമാണ്. രാവിലെ വന്നിട്ട് ഈ 2 കാര്യം ഞാൻ ചെയ്യും. ജസ്റ്റ് അതൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി അടുത്ത മെയിൻ തിങ് ചെയ്യാൻ പോണത്, ഇന്നലെ ഞാൻ കുറച്ച് നോട്ടും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വായിച്ച് സെറ്റാക്കാമെന്ന് വിചാരിച്ച്. കുറച്ച് ടോപ്പിക്സേ ഉള്ളൂ. അപ്പം അതാണ് എടുത്ത് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഞാനൊരു 8 o'clock കഴിഞ്ഞപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ബട്ടൂരയും കടലക്കറിയുമായിരുന്നു. ഹലോ ഗൈസ്, അപ്പം ഞങ്ങൾ വാഹനത്തിൽ കോളേജിലോട്ട് പോകണേണ്. ഇതാണ് വാഹനം. സ്റ്റെഫിയാണ് ഡ്രൈവർ. ഹായ് സ്റ്റെഫി. ഹലോ. കാണാനില്ല. ഓക്കെ, ബൈ. ഇന്ന് വന്നിട്ട് കുറച്ച് അത്യാവശ്യം ടൈറ്റ് ഷെഡ്യൂളായിരുന്നു. എല്ലാ ക്ലാസ്സും ഏകദേശം ഉണ്ടായിരുന്നു. അങ്ങനെ എക്സാം വരണേന് നോട്ടില്ല. അങ്ങനെ നോട്ടൊക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുകയാണ് ഓരോ സൈറ്റിൽ കയറിയിട്ട്. അങ്ങനെ ലഞ്ച് ബ്രേക്കായി. അപ്പം ഞാൻ ലഞ്ച് കഴിച്ചിട്ട് നന്ദുവിന് ലഞ്ച് കൊടുക്കാറാണ് പതിവ്. മീൻസ് ചോറ്റുപാത്രത്തിൽ കൊണ്ടുപോകും. അങ്ങനെ അവളും ചൈത്ര എല്ലാവരും ഉണ്ട്.
അവരൊക്കെ ഫുഡ് കഴിക്കുകയാണ്. സോ ഗൈസ്, അപ്പം നമ്മളെ പ്രൊജക്റ്റിനുള്ള സാധനമൊക്കെ എത്തി. കൊക്കോ ബീൻ പൗഡർ, ഷിയ ബട്ടർ എല്ലാം എത്തിയിട്ടുണ്ട്. ദാ സന പ്രൊജക്റ്റിന് എന്തോ ടൈപ്പ് ചെയ്യാണ്. നമുക്ക് റിപ്പോർട്ടൊന്ന് സബ്മിറ്റ് ആക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ കൊക്കോ ബീൻ പൗഡർ. നമുക്ക് പ്രൊജക്റ്റിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ്. ഒരെണ്ണം കൂടെ ഉണ്ട്. അത് പിന്നെ ഞാൻ ഓപ്പൺ ചെയ്യാൻ നിന്നില്ല, കുറച്ച് കഷ്ടപ്പാടാണ്. അത് ഭയങ്കരമായിട്ട് നന്നായിട്ട് ഇങ്ങനെ പാക്കിങ് കുറച്ച് ഇതായിരുന്നു. അങ്ങനെ ഇതാ ഷാരോണും എല്ലാവരും കൂടെ പൊട്ടിച്ചെടുത്ത്. അങ്ങനെ ഇന്ന് കോളേജ് വിട്ട് വന്നത് കുറച്ച് നേരത്തെയാണ്. ലാസ്റ്റ് പീരീഡ് പ്രൊജക്റ്റ് ആയതുകൊണ്ട് നമുക്ക് ക്ലാസ് ഇല്ലായിരുന്നു. എന്നിട്ട് അത്യാവശ്യം വന്നിട്ട് കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ ഇത്രയും നാളും ലേസി ആയിട്ട് ഇങ്ങനെ കിടന്നതുകൊണ്ട് ഒന്നും ഒരു വൃത്തിക്കല്ല ഒന്നും അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് തുണിയൊക്കെ നേരെയാക്കി മടക്കി വെച്ച് അതിനുശേഷം ലാപ്പൊക്കെ ചാർജ് ചെയ്ത് നീ പഠിക്കണ്ടേ, അങ്ങനെ ലാപ്പൊക്കെ ചാർജിന് വെച്ച് അങ്ങനെ ഇതാ എണ്ണയൊക്കെ തേച്ച് കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അപ്പം ഇതാണ് എൻ്റെ ഇപ്പം കറണ്ടി ഞാൻ ഉപയോഗിക്കുന്ന എണ്ണ. ആയുർവേദ മറ്റേ കോട്ടയ്ക്കൽ അവിടെയുള്ള എണ്ണയാണ്. അപ്പോൾ ഇത് തേച്ചിട്ട് എനിക്ക് നല്ല റിസൾട്ടും കാര്യങ്ങളൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് വേറെ ഒരു എണ്ണയും തേച്ചിട്ട് ഞാൻ ശരിക്കും കഷണ്ടി പോലെ ആയതായിരുന്നു എൻ്റെ മുടി. ഇപ്പം അത്യാവശ്യം നന്നായിട്ട് വളരുന്നുണ്ട്. സോ ഞാനിന്ന് എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റ് തന്നെ പഠിച്ചു തുടങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ കോസ്മെറ്റിക്സ് കുറച്ച് പഠിച്ച്. ഗൈസ്, അപ്പം ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പം ഇന്ന് ഓവറോൾ പ്രൊഡക്റ്റീവ് ആണോ എന്ന് ചോദിച്ചാൽ നല്ല പ്രൊഡക്റ്റീവായിരുന്നു കമ്പയർ ടു എൻ്റെ ബാക്കി അതർ ഡേയ്സ് ഓഫ് ഈ സെമ്മ്. ഞാൻ ഈ സെമ്മിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. കുറച്ച് റിലാക്സ്ഡ് ആണ് ഈ സെമ്മ്. ലാസ്റ്റ് സെമ്മൊക്കെ ആയതുകൊണ്ട് പ്രൊജക്റ്റ് അങ്ങനെയൊക്കെ കുറച്ച് പരിപാടികളേ ഉള്ളൂ. പിന്നെ എക്സാം ഒന്നും വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ചൂടും പഠിക്കേ ഇല്ലായിരുന്നു. ഇന്നാണ് ശരിക്കും ഞാൻ സംഭവം തുറന്ന് ഒന്ന് പഠിക്കാൻ തുടങ്ങിയത്. അപ്പോൾ എന്തോ ഒരു സമാധാനം കിട്ടി, കുറച്ചൊക്കെ ഒന്ന് ട്രാക്കിലായതുപോലെ. സോ അടിപൊളിയായിരുന്നു ഇന്നത്തെ ദിവസം. സോ ഇനി നമുക്ക് നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. അതുവരെ ബൈ.